സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള നാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ മലയാളി താരത്തിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. പേസ് സ്പിൻ വ്യത്യാസമില്ലാതെ സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരെ സഞ്ജു തല്ലി പരുവമാക്കുകയായിരുന്നു. തുടർച്ചയായ 2 ഡെക്കുകളുടെ പേരിൽ തന്നെ പരിഹസിച്ചവർക്കും കളിയാക്കിയവർക്കും ബാറ്റ് കൊണ്ട് കിടിലൻ മറുപടി നൽകിയിരിക്കണം നമ്മുടെ സഞ്ജു സാംസൺ. വെറും 28 ബോളുകളിൽ നിന്നാണ് അദ്ദേഹം തന്റെ 50 പൂർത്തിയാക്കിയത്. വ്യക്തിഗത സ്കോർ 46 നിൽക്കെ സിക്സർ പായിട്ടാണ് സഞ്ജു വീണ്ടും ഒരു 50 കണ്ടെത്തിയത്. ഈ മത്സരത്തിലെ ഇന്നിംഗ്സിനിടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിന്റെ 2 വമ്പൻ റെക്കോർഡുകളും അദ്ദേഹം പഴങ്കഥയാക്കി. ഇന്ത്യക്ക് വേണ്ടി 2020-ൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് നേരത്തെ ഋഷഭ് പന്തിന് അവകാശപ്പെട്ടതായിരുന്നു. 2022-ൽ ഋഷഭ് 364 റൺസ് അടിച്ചെടുത്തതായിരുന്നു നേരത്തെയുള്ള റെക്കോർഡ്. 21 ഇന്നിംഗ്സുകളിലായി 364 റൺസ് ഋഷഭ് സ്കോർ ചെയ്തതും ഇതാണ് സഞ്ജു പഴങ്കഥയാക്കിയത്. ഇതിനുവേണ്ടി വെറും 11 ഇന്നിംഗ്സുകൾ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. ആദ്യ 2020-ലെ കിടിലൻ സെഞ്ചുറിക്ക് ശേഷം തുടർന്നുള്ള 2 2020-കളിലും ഡെക്കായപ്പോൾ സഞ്ജു സാംസൺ ഏറെ വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിട്ടിരുന്നു. ആദ്യ മത്സരത്തിൽ 50 ബോളിൽ 107 റൺസുമായിട്ടാണ് അദ്ദേഹം മിന്നിച്ചത്. ബംഗ്ലാദേശുമായി തൊട്ടുമുമ്പ് കളിച്ച 2020-ലും സഞ്ജു സെഞ്ചുറി കണ്ടെത്തിയിരുന്നു. ഇതോടെ 2 തുടർ സെഞ്ചുറികൾ അടിച്ച ആദ്യ ഇന്ത്യൻ താരമെന്ന അപൂർവ റെക്കോർഡും അദ്ദേഹം കൈക്കലാക്കി. ഇതിനുശേഷമാണ് തുടർന്നുള്ള 2 കളികളിലും സഞ്ജു ഡെക്കായത്. ഇതോടെ 4ാം 2020 സഞ്ജുവിന് നിർണായകമായി മാറുകയും ചെയ്തു. ഈ മത്സരത്തിൽ ഫ്ലോപ്പായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനം നിലനിർത്തുക കടുപ്പമായി മാറിയനെ. എന്നാൽ തീപ്പൊരി പ്രകടനവുമായി സഞ്ജു ഗംഭീര തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. വെറും 51 പന്തിലാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ 2ാം ശതകം നമ്മുടെ സഞ്ജു തികച്ചത്. 6 ബൗണ്ടറിയും 8 സിക്സറുമാണ് സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. സഞ്ജുവിന്റെ സഹ ഓപ്പണർ അഭിഷേക് ശർമ്മ 36 റൺസ് എടുത്താണ് പുറത്തായത്. സഞ്ജുവിനൊപ്പം തിലക് വർമ്മയും വെടിക്കെട്ട് സെഞ്ചുറിയുമായി തന്റെ ബാറ്റിംഗ് മികവ് തുടരുകയും ചെയ്തു. ജോഹന്നസ്ബർഗിലെ വാൻഡറേഴ്സ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നിലവിൽ പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇന്ത്യ. എന്തായാലും ഒരു സെഞ്ചുറിക്ക് ശേഷം കഴിഞ്ഞ 2 മത്സരങ്ങളിലും നിറമങ്ങിയ സഞ്ജു സാംസൺ വീണ്ടും ഫോമിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാനത്തെയും 4ാമത്തെയും 2020-ൽ തകർപ്പൻ സെഞ്ചുറിയുമായി സഞ്ജു വീണ്ടും കളം നിറഞ്ഞു.